രാഹുൽ ഈശ്വർ ഉണ്ട്. രാഹുൽ ഈശ്വർ, ഈ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ഞങ്ങൾ ചില മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് തടസ്സമുണ്ട്, ജാമ്യ വ്യവസ്ഥകൾ കർശനമാണ്. പക്ഷേ ഈ സുനി പുറത്തിറങ്ങുമ്പോൾ ഇനി അങ്ങോട്ടുള്ള കേസിൻ്റെ തുടർ നടപടികളെ, കാരണം വിചാരണ ഘട്ടത്തിലാണ്, ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികളെ അത് സ്വാധീനിക്കപ്പെടും. ഈ കേസ് അതിൻ്റെ ശരിയായ വഴിക്ക് നീങ്ങില്ല മുഖ്യപ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? ഞാനങ്ങനെ കരുതുന്നില്ല. പകരം ശ്രീ സജീവ് നന്ദിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേരള പൊതുസമൂഹം സീരിയസ് ആയി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ വാദഗതികളെ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഒന്ന്. രണ്ട്, പൾസർ സുനി വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ ഒന്നും അല്ലല്ലോ. പൾസർ സുനി അവിടുത്തെ ഒരു ലോക്കൽ ക്രിമിനലും പശ്ചാത്തലമുള്ള ഒരാളാണ്. പൾസർ സുനിയുടെ വെളിയിലിറങ്ങലിന് വലിയ പ്രസക്തിയും പ്രാധാന്യവും ഇല്ല. പക്ഷേ അതിജീവിതയ്ക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക ദൂരീകരിക്കാൻ കേരള സർക്കാർ എല്ലാവിധ നടപടികളും നിലപാടും എടുക്കണം. അതിജീവിതയുടെ കംഫർട്ട് ഇതിൽ വളരെ പ്രധാനമാണ്. കാര്യം അവരുടെ ആ മനസ്സിൽ ഉണ്ടാകുന്ന ആശങ്കകൾ നമുക്കെല്ലാം ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ഒന്ന് ഓർക്കുക, പൾസർ സുനിയും ദിലീപും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദിലീപിനെ 3 മാസത്തിന് ശേഷം ഈ കേസിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതാണ്. പൾസർ സുനിയെ നമ്മുടെ അതിജീവിത കണ്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ പൂർണ്ണമായ അതിജീവിതയോടൊപ്പമാണ്. അതിജീവിതയ്ക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കണം. പക്ഷേ ചില ആൾക്കാർ ശ്രമിക്കുന്നത് ഈ വിഷയത്തെ വൈകാരികപരമായ മുതലെടുത്ത് ഇതുപോലും ദിലീപിനെതിരെ ഒരു ക്യാമ്പയിനാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അത് ഒരു കാരണവശാലും ചെയ്യരുത്. അത് അനീതിയാണ്, അന്യായമാണ്. മലയാളത്തിന്റെ പൊതുസമൂഹത്തിന് സംശയമുള്ള കാര്യം, ഒരു സാമ്പത്തിക ശേഷിയുമില്ലാത്ത പൾസർ സുനി ഇത്ര കണ്ട് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി എങ്ങനെ നിയമ പോരാട്ടം നടത്തി? ഏറ്റവും ഒടുവിൽ ഈ ജാമ്യ വ്യവസ്ഥ പ്രകാരം 1 ലക്ഷം രൂപ അദ്ദേഹം കോടതിയിൽ കെട്ടുവയ്ക്കണം. ഈ പണം എവിടുന്ന് കണ്ടെത്തുമെന്ന ചോദ്യമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ചില പിന്തുണ നൽകുന്നവരുണ്ട്, അവരിൽ നമ്മൾ നേരത്തെ പരാമർശിച്ചവരും ഒക്കെ ഉണ്ട് എന്ന സംശയം സ്വാഭാവികമായി ഉയർന്നു വരും. വളരെ കറക്റ്റാണ് സർ, വളരെ കറക്റ്റാണ്. അത് ദിലീപ് വിരോധികളായിരിക്കില്ലേ? ദിലീപിന് പൾസർ സുനിയോട് എന്ത് ചെയ്യാനാ? പൾസർ സുനിയെ യഥാർത്ഥത്തിൽ ദിലീപിനെ കൊടുക്കാൻ കാരണവും ദിലീപിനെ കള്ളക്കേസിൽ വലിച്ചെറിക്കാൻ കാരണം പോലും പൾസർ സുനിയാണ്. അപ്പോൾ ദിലീപ് അല്ല, ദിലീപ് വിരോധികളാണ് ഇതിന്റെ പിന്നിൽ. പൾസർ സുനിക്ക് എവിടെ നിന്ന് കാശ് കിട്ടി സുപ്രീം കോടതിയിൽ പോവാൻ? പൾസർ സുനിയുടെ അഭിഭാഷകൻ പലതവണ ദിലീപിനെതിരെയാണ് ആഞ്ഞടിച്ചത്. പൾസർ സുനിയുടെ അമ്മ ദിലീപിനെതിരെയാണ് പറഞ്ഞത്. ദിലീപിനെതിരെ മൊഴി പറയുന്ന ഒരാൾക്ക് ദിലീപ് കാശ് കൊടുക്കുവോ? നേരെ തിരിച്ച് ദിലീപ് വിരോധികൾ പൾസർ സുനിയോ ഉപയോഗിച്ച് ദിലീപിനെ കുടുക്കിയതല്ലേ? എന്തായാലും ജയിലിൽ കിടക്കുന്ന പൾസർ സുനിയോട് നിനക്ക് ഞങ്ങൾ കാശ് തരാം, ദിലീപിനെതിരെ പറയൂ എന്ന് പറഞ്ഞതായിരിക്കാനല്ലേ സാധ്യത കൂടുതൽ. നമുക്ക് അതിന്റെ വസ്തുതകൾ അറിയില്ല. കൂടുതൽ തെളിവുകളും മറ്റും പുറത്തു വരണം. യഥാർത്ഥത്തിൽ ദിലീപ് വിരോധികൾ പൾസർ സുനിയെ ഫണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആരാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കളിച്ചത്? അത്തരം കാര്യങ്ങൾ നോക്കണ്ടേ? ദിലീപിന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്താ? പൾസർ സുനി ശിക്ഷിക്കപ്പെടണം, ദിലീപ് നിരപരാധിയാണെന്ന് പറയണം. അതല്ലേ ദിലീപ് ആഗ്രഹിക്കുന്നത്. പകരം പൾസർ സുനിയെ എങ്ങനെങ്കിലും വെളിയിലിറക്കി അത് ദിലീപിനെതിരെ ഒരു കരുനീക്കമാക്കി മാറ്റാൻ ദിലീപ് വിരോധികൾ നിവിൻ പോളിയെ ചില ആൾക്കാർ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ പാരവെച്ചാണെന്ന് നിവിൻ പോളി വെളിപ്പെടുത്തിയിരുന്നു. അതേപോലെ ദിലീപിനെ സിനിമയ്ക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ദിലീപ് വിരോധികളായ മറ്റാരെങ്കിലുമോ കൊടുക്കാൻ വേണ്ടി പൾസർ സുനിയെ ഉപയോഗിച്ചാണോ എന്നല്ലേ നമ്മൾ ഇനി നോക്കേണ്ടത്. പൾസർ സുനിയും ദിലീപും തമ്മിൽ ഒരു ബന്ധവുമില്ല നമുക്ക് വ്യക്തമായല്ലോ. കാര്യം പോലീസ് ഇത്രയും കാലം അന്വേഷിച്ചിട്ടും കടുകുമണി പോലും തെളിവ് പോലും കിട്ടിയില്ല. രണ്ടുപേരെ ബന്ധിപ്പിക്കുന്ന ഫോൺ ടവറുകളോ ഫോൺ ലൊക്കേഷനോ കോളുകളോ കിട്ടിയില്ല. ഇവർ തമ്മിൽ യാതൊരു സാമ്പത്തിക ഇടപാടും കിട്ടിയില്ല. അപ്പം പൾസർ സുനിയും ദിലീപും തമ്മിലല്ല ബന്ധം. പകരം പൾസർ സുനിക്ക് ആര് കാശ് കൊടുത്തു, പൾസർ സുനിയുടെ അഡ്വക്കേറ്റിന് ആര് കാശ് കൊടുത്തു തുടങ്ങിയ വളരെ ക്രിട്ടിക്കലായ അങ്ങുയർത്തിയ ചോദ്യങ്ങളാണ് കേരള സമൂഹം ചോദിക്കേണ്ടത്. അത് ദിലീപ് അല്ല, ദിലീപ് വിരോധികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഉണ്ടോ? അത്തരം താങ്കൾ അങ്ങനെ സംശയിക്കുന്നുണ്ടോ? താങ്കൾ കുറെ നാളുകളായി ദിലീപ് എന്ന ഒരു വിഷയത്തിൽ നിലപാട് പൊതുസമൂഹത്തിൽ എടുക്കുന്നയാളാണ്. തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് ഞാൻ രാഹുൽ ഈശ്വറിന്റെ വാക്കുകളായിട്ടുള്ള ദിലീപിന്റെ വാക്കുകളായിട്ട് പറയാം. ഇത് പറഞ്ഞാലുമല്ല, സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തതാണ്. ദിലീപ് പറഞ്ഞത് പ്രമുഖയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് ദിലീപ് പറഞ്ഞത്. അത് സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തതാണ്. ആ ഉദ്യോഗസ്ഥയുടെ പേര് ഞാൻ പറയുന്നില്ല. 2, പോലീസിലെ ചിലർ ദിലീപിനെതിരെ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി എന്ന് ശ്രീലേഖ എന്ന് പറയുന്ന പോലീസിന്റെ DGP മാഡം പറഞ്ഞിട്ടുണ്ട്. ദിലീപിന് അനുകൂലമായി ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സിനിമയൊക്കെ ആകുമ്പോൾ ഒരുപാട് അസൂയയും പ്രതികാരവും ഒക്കെ ഉള്ളൊരു ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അങ്ങനെ ആരെങ്കിലും കൊടുക്കാൻ ശ്രമിച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. താങ്കൾ അങ്ങനെ തന്നെയാണ് അതിൽ വിശ്വസിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും നന്ദി രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. പൾസർ സുനി